ഹേ ഗായ്സ്, അപ്പോൾ ടുഡേ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ പോകുന്നത്. അമ്മച്ചി ഹായ് പറയും. ദിസ് ഈസ് മൈ മോം ആൻഡ് ദിസ് ഈസ് മൈ ഡോട്ടർ. ഹായ് പറഞ്ഞേരെ. ഹായ്. മെനയില്ലാണ്ടാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരുക, വാർക്കപ്പുറം. അമ്മ ഇവിടെ അടിച്ചു വാരിയൊക്കെ എടുത്തോണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ താഴത്തോട്ട് പോകും പുള്ളിക്കാരി എനിക്കിവിടെ പണി തന്നിട്ട്. സോ നമുക്ക് ഇന്നത് അടിച്ചു വാരി വൃത്തിയാക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ അടിച്ചു വരുന്നത് കാണാം. കാണാവോ? ആക്ച്വലി നമുക്ക് അടിച്ചു വരാനുള്ള സ്ഥലം അവിടെ ആണ്. അവിടെ ഈ നമുക്കിവിടെ ചുറ്റും നമ്മുടെ എന്നാ പറയുക, വേപ്പിൻ്റെ മരങ്ങളാണ്. അപ്പോൾ വേപ്പിൻ്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് കൂടിയേക്കുക. അപ്പോൾ നമുക്കത് അടിച്ചു വരണം. വാർക്കപ്പൊക്കത്ത് നമ്മളെ ചൂടുള്ള സമയത്തൊക്കെ പാവിരിച്ച് കിടക്കാൻ സൂപ്പർ കേട്ടോ. പൊക്കത്ത് കിടക്കാനായിട്ട് നമുക്കിവിടെ എക്സ്റ്റൻഷനൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഫാനൊക്കെ വെച്ചിട്ടെടുക്കും. കുറേ വീടുകളുണ്ട് കേട്ടോ ചുറ്റും. നമ്മുടെ വീട്ടിൽ മാത്രം നല്ലതാണല്ലോ, ബിക്കോസ് 2 വേപ്പ് മരമുണ്ട്. Wow! She's telling something. ഒന്നോടെ കാണിക്കടി. അപ്പോൾ നമുക്ക് അടിച്ചു വരാൻ തുടങ്ങാം. ഇരുട്ടാൻ തുടങ്ങി, സൂര്യനൊക്കെ താഴെ പോയി. നമുക്ക് അടിച്ചു വരാം. നിങ്ങളെന്നെ കാണണ്ടേ? അപ്പോൾ നമുക്ക് അടിച്ചു വരാം. ഒരാൾ വരുന്നുണ്ട് പാത്രം കൊണ്ടായിട്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഇത് നിറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അതെടുക്കല്ലേ, അതിൽ വേറെ ഇടാം. ഇവിടുത്തെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മുടെ കുട്ടി തനു പണിയെടുക്കുക നമുക്ക് കാണാവേ. അങ്ങനെ തന്നെ 2 കൈ കൊണ്ട് വാരിയെടുക്ക്. ഷീസ് ഡൂയിങ് വെരി വെൽ. അമ്മ നോക്കൂ, താഴെ കാടൊക്കെ കത്തിക്കുന്നു. 2 കൈ കഴിഞ്ഞോ? അവിടേക്ക് ഇനി അച്ചു എടുക്കാം. അച്ചു പണിയെടുക്കാം. അവിടേക്ക് കണ്ടോ, എടുത്തിട്ട് അതാ അവിടെ തന്നെ ഇടുന്നു. ഫോൺ എടുത്തോണ്ട് പോ. ഫോൺ എടുക്ക്. ഫോണ് ഇതാണ് പറയുന്നത്, ഒരു വേല പണിക്ക് 2 വേല പണിയെടുക്കുക. ഒന്നുമില്ല. ഈ മൂലത്തെ നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് ആക്കി. നമുക്ക് ആ സൈഡുണ്ട്, കാണിച്ചില്ല. ഇനി നമുക്ക് ആ മൂലയിൽ കുറച്ചുണ്ട്. ആ സൈഡിൽ കംപ്ലീറ്റ് ആയി. ആർക്കപ്പുറം നോക്കേണ്ടത് അങ്ങനെ തന്നെ. ആ സൈഡിൽ ഓർമ്മകളുണ്ട്. അപ്പം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇറങ്ങിപ്പോ, ഫോൺ എടുത്തോണ്ട് താഴെ പോ. ഇത്രയും നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണോ ബാക്കായി. കുറച്ച് വീഡിയോസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി.
എല്ലാവരും അടിച്ചുകൂട്ടി കത്തിക്കാം കേട്ടോ. അവിടെ കുറേ വേസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തത് ഒരാഴ്ചക്കുള്ളിൽ വന്നവരൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി. നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്നതാണല്ലോ. ഇവിടെ കേട്ടോ കുറേ സംഭവങ്ങൾ അമ്മച്ചിട്ട് കത്തിക്കുന്നുണ്ട്. ഞാൻ അവിടെ കിടക്കുന്നത് വേസ്റ്റൊക്കെ കണ്ടോ. ഈ പട്ടികൾ ഓരോന്ന് കടിച്ച് പറക്കി കൊണ്ടുവന്നിടുന്നതാണ് ഈ സൈഡിൽ കാണുന്നത് വേസ്റ്റുകൾ കാര്യങ്ങളും. സോ ഞാൻ ബാക്കി അവിടെ അടിച്ച് വരുന്നത് കണ്ടില്ലേ. സോ ദിസ് ഈസ് മൈ സ്റ്റാൻഡ് ഗൈസ്. ഞാനത് ഇടട്ടെ. ഇത് വേണം സീരായിട്ട്. ആലൊക്കെ പൊടിയും കാര്യങ്ങളോ അവർക്ക് പൊക്കത്ത് ചെരുപ്പിട്ടാണ് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചൂല താഴത്തോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിതൊക്കെ എടുത്തോണ്ട് പോകണം. അങ്ങ് അതാ മമ്മിക്ക് ഇട്ട് കൊടുക്കട്ടെ. ഓഹോ ഈ ചെരുപ്പിട്ടോണ്ടാണ് ആ സ്റ്റെപ്പ് കയറി വന്നേക്കുന്നത്. അമ്മേൻ്റെ ചെരുപ്പ് അങ്ങനെ കയറി. അപ്പം ചെരുപ്പ് തീക്കകത്ത് പോയത് ഞാൻ അമ്മച്ചീൻ്റെ വായിൽ കേട്ടായിരുന്നു. ഞാൻ എന്തോ പണി ചെയ്തുകൊണ്ടാണ് തോന്നുന്നു. നല്ല ഇടി, മഴക്കാറിൻ്റെ ഇടി വെട്ടുണ്ട്. എടാ കുറേ മരങ്ങളുണ്ട്. ഈ സംഭവം കാരണമാണ് നമുക്ക് കുറേ ഇലകൾ വരുന്നത്. സോ നമുക്കിത് കൊണ്ട് കൊടുക്കാം. നമ്മുടെ അടുത്ത് കത്തിക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇങ്ങനെയാണ് വേസ്റ്റ് ഇറക്കിക്കൊണ്ട് പോകുന്നത്. ആ നല്ല സ്റ്റെപ്പാണ് കണ്ടോ. സ്റ്റെപ്പ് കാണിച്ചില്ല. ബാക്ക് വശട്ടും നമ്മൾ കുറച്ച് അകത്തായിട്ടാണ് ഇതും കാര്യങ്ങളും. അതായത് ഇത്രയും കണ്ടോ. അടുത്ത ആൾ എൻ്റെ ചെരുപ്പിട്ടുണ്ടോ. ചെരുപ്പ് കൊണ്ട് വയ്ക്കുക. ചെരുപ്പിട്ടുണ്ടോ കണ്ടോ. വേസ്റ്റും വെച്ചുകൊണ്ട് വരുന്നത് ഞാൻ. ദിസ് ഈസ് മൈ വ്യൂ. എല്ലാവരും മുക്കിന് തീ എത്തിക്കുന്നുണ്ട്. ഇനി ഇതെൻ്റെ അമ്മ വന്നാലാണ് എനിക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളെ ഫുള്ളായിട്ട് കണ്ടോ എന്നെ. അയ്യോ കഴിഞ്ഞു. നമുക്കതിടാം. അമ്മ ക്യാമറ പിടിക്കും. ക്യാമറ അമ്മേൻ്റെ കൊടുക്കാം. കൈ എവിടെ വെക്കരുത്. അങ്ങനെ തന്നെ എടുത്താൽ മതി. നീക്കിയിട്. അമ്മയ്ക്ക് ക്യാമറ പിടിക്കാറിയില്ല ഗൈസ്. അമ്മയ്ക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാറിയില്ല. ലൈറ്റിങ് ചേരിച്ച അങ്ങനെയല്ല. എങ്ങനെ പിടിക്കേ? ആ സ്റ്റഡി ആയിട്ട് പിടിക്കും. ആക്ച്വലി നമ്മൾ ക്യാമറ വരെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് എന്താ ഉപകാരം എന്നറിയാമോ? കൊതുക് വരില്ല. വേപ്പ് ഇങ്ങനെ ഇട്ട് പോയിക്കുമ്പോൾ കൊതുകും കാര്യങ്ങളും അത്രയ്ക്ക് വരില്ല. ബട്ട് ഈച്ച വരുന്നുണ്ട്. ഈച്ച അവിടെ ഇവിടെയൊക്കെ കാട് കയറി കാടുമെത്തി ഗായ്സ്. അവിടെ അമ്മച്ചീൻ്റെ കുറച്ച് ചെടികളും അലോവേര അവിടെ കണ്ടോ. അവിടെ തീറ്റേക്കണം. അവിടെ എങ്ങനെയാണ് കുറേ ഇലകൾ കൂടിയിട്ട് അവിടെ കുറേ കിളികൾ വരും കേട്ടോ. കണ്ടോ കുയിലൊക്കെ ആക്കി വന്നിരിക്കുന്നുണ്ട്. കുറേ കിളികളുടെ സാമ്രാജ്യമാണ് ഈ രണ്ട് മരം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗേറ്റ് കണ്ടോ. ഗേറ്റ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഗേറ്റിന് പോലും അറിയില്ല ഗൈസ്. വെറുതെ വെച്ചേക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്കാണ്. ഹൗസ് ഓണറിൻ്റെ പണിയാണ്. ഇന്നിനാണ് 4 ചുറ്റും വേലിയില്ലാണ്ട് എല്ലാവർക്കും നമ്മുടെ വീട് വെച്ചാൽ എവിടെയും ചോദിക്കും. നമ്മളെ കൊറിയർക്ക് വരുമ്പോൾ അഡ്രസ്സ് പറയില്ല. അപ്പോൾ പറയും, ഓ 2 വേപ്പ് മരത്തിന് നടുക്ക് നിൽക്കുന്ന വെറുതെ നിൽക്കുന്ന ഗേറ്റുള്ള വീടാണോ ചോദിക്കും. എന്ത് ചെയ്യാനാ. അതാണിപ്പോൾ നമ്മുടെ അടയാളം. കണ്ടോ കുറേ നായ്ക്കൾ വരുന്ന വേസ്റ്റ് ഇടുന്നിടത്ത് ഇന്നൊന്ന് ക്ലീനാക്കി പോയതേ ഉള്ളൂ. കുറേ ബുദ്ധിയില്ലാത്ത ആൾക്കാർ വന്നിട്ട് വേസ്റ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഈ അറിവില്ലാത്ത ആൾക്കാരെക്കാളും ഈ അറിവുള്ളവർക്കാണ് അറിവില്ലാത്തത്. സീരിയസ്ലി അവരാണ് വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത്. സോ നമുക്കൊരു ട്രൈപോഡ് മേടിക്കണം. നമുക്കൊരു സെൽഫി സ്റ്റാൻഡ് മേടിക്കണം. അത് പൊട്ടിപ്പോയമ്മ. ഞാൻ ഓൾറെഡി ഓർമ്മയുണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയി ട്രൈപോഡ്. സോ നമ്മൾ ഇനി തൊട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. ദിസ് ഇസ് മൈ യൂട്യൂബ്സ് ഫാസ്റ്റ് ലോങ് വീഡിയോ. എന്തെങ്കിലും വ്യൂവേഴ്സ് വില കയറിയല്ലോ. ഒരു 5000 രൂപ 2000 രൂപയൊക്കെ മാസം കിട്ടിയാലും മതി. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യാം. ബൈ.